തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ യോഗം പ്രക്ഷുബ്ധം. നടുത്തളത്തിലിറങ്ങി LDF കൗൺസിലർമാർ. ആർ സുഗതനെ പുറത്താക്കണമെന്ന ആവശ്യം. യോഗം അവസാനിച്ച ശേഷവും വാക്കേറ്റവും കയ്യാങ്കളിയും. UDF BJP കൗൺസിലർമാർ നേർക്കുത്. പ്രദേശത്ത് വൻ പോലീസ് സന്നാഹം. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. ഇന്ന് 3 ജില്ലകളിൽ അതിശക്തമായ മഴ. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. നാളെ മഴ മുന്നറിയിപ്പ് 9 ജില്ലകളിൽ. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ CPM-നെതിരെ ഗുരുതര ആരോപണങ്ങൾ. CPM-ന്റെ ആസൂത്രിത ഗൂഢാലോചനയെന്ന റിപ്പോർട്ട്. പോലീസ് ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഉദ്യോഗസ്ഥർ വധിക്കപ്പെടുമായിരുന്നു. പരാമർശങ്ങൾ തടസ്സവാദം ഉന്നയിച്ച് ED കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട്. PM ശ്രീയിൽ ഇടത് സർക്കാരിനെ തള്ളാതെ വിദ്യാഭ്യാസ മന്ത്രി. ഫണ്ടുകൾ പ്രതീക്ഷിച്ച് തന്നെയാണ് കഴിഞ്ഞ സർക്കാർ ഒപ്പിടാൻ നിർബന്ധിതമായതെന്ന് N. ഷംസുദ്ദീൻ. കരാറിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല. അതിനുള്ള അവകാശം കേന്ദ്രത്തിന് മാത്രമാണെന്നും മന്ത്രി നിയമസഭയിൽ. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്ക് UDF സർക്കാരിന്റെ ക്ലീൻ ചിറ്റ്. ക്രമവിരുദ്ധമായി പദ്ധതികൾ ഊരാളുങ്കലിന് നൽകിയിട്ടില്ലെന്ന് പൊതുമരാമത്ത് മന്ത്രി PK ബഷീർ. ഊരാളുങ്കൽ ഗുണനിലവാരം കർശനമായി പാലിക്കുന്നു. പരാതി ലഭിച്ചാൽ അന്വേഷിക്കുമെന്നും മന്ത്രി. മന്ത്രിമാരും MLA-മാരും പരിഗണിക്കുന്നില്ലെന്ന ആക്ഷേപവുമായി മുസ്ലിം യൂത്ത് ലീഗ്. നിശിത വിമർശനം. യൂത്ത് ലീഗ് മലപ്പുറം ജില്ലാ പ്രവർത്തക സമിതി യോഗത്തിൽ. മന്ത്രിമാർ പാർട്ടി നേതൃത്വത്തെ അനുസരിക്കുന്നില്ല. പേഴ്സണൽ സ്റ്റാഫ് നിയമനം അടക്കമുള്ള ഘട്ടങ്ങളിൽ യൂത്ത് ലീഗിനെ പരിഗണിച്ചില്ലെന്ന് വിമർശനം. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ അന്വേഷണ പുരോഗതി ഹൈക്കോടതിയെ അറിയിച്ച SIT. അന്വേഷണ ഉദ്യോഗസ്ഥൻ S. ശശിധരൻ കോടതിയിൽ നേരിട്ട് ഹാജരായി. സ്വമേധയാ സ്വീകരിച്ച ഹർജിയിൽ ഇടക്കാല ഉത്തരവ് വൈകാതെ. ലോകകപ്പിൽ ബ്രസീലിൽ നിന്ന് അഗ്നിപരീക്ഷ. നോക്കൌട്ടിൽ എതിരാളികൾ ജപ്പാൻ. ദക്ഷിണാഫ്രിക്കയെ എതിരില്ലാത്ത 1 ഗോളിന് തോൽപ്പിച്ച് കാനഡ ആദ്യമായി പ്രീ ക്വാർട്ടർ.